ഹായ് ഗായ്സ് വി ബാക്ക് ടു മൈൻക്രാഫ്റ്റ് ബെറ്റ വേർഷൻ. അപ്പോൾ ഗായ്സ് നമ്മൾ പിന്നെ വന്നിക്കാണ് നമ്മളുടെ മൈൻക്രാഫ്റ്റ് ആയിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഗായ്സ് നമ്മളൊരു ഫാം ഉണ്ടാക്കാൻ പോവാണ്. ഫാം എന്ന് പറഞ്ഞാൽ ഗായ്സ് ഞാൻ ഇത് ചുരുക്കം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഗായ്സ് ഇതേപോലത്തെ ഒരു ഫാമാ കാര്യങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷേ ഗായ്സ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഫാമല്ല ഉണ്ടാക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന ഫാം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ഫാമാണ്. കാരണം നമ്മളൊന്നും ചെയ്യണ്ട, ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരും. പക്ഷെ കുറച്ച് റിസ്ക്കാണ് ഉണ്ടാക്കാൻ, എന്നാലും നമുക്ക് ഏകദേശം വയ്ക്കണ അത്രയും റെഡിയാക്കാം. അപ്പോൾ ഗായ്സ് നമ്മൾ ഇന്നത്തെ ഒരു കണ്ടൻറ്റ് അതായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഗായ്സ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗായ്സ് നമുക്ക് നമ്മളെ പണിയും കാര്യങ്ങളും തുടങ്ങാം. അപ്പോൾ അതിനാകെ എല്ലാം വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, പക്ഷെ എന്തൊക്കെ കുറച്ച് സാധനങ്ങളുണ്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഞാൻ ഒരു സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പോണ ഫാമാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെ വേണ്ടെന്ന് ഗായ്സും ചുരുക്കം കാണിച്ചു തരാം. അപ്പോൾ ഒക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്തിക്കണു, ഫേണസ് ഇതൊക്കെ ഇങ്ങോട്ട് കൊടുന്ന് വെച്ചുകൊണ്ട് കണ്ടുകൊണ്ടെന്ന് അറിയില്ല കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് എന്തായാലും ഗായ്സ് ഒരു സംഭവം ഉണ്ടാക്കണം. അപ്പോൾ എന്തൊക്കെ വേണ്ടെന്ന് ചോദിച്ചാൽ ഗായ്സ് നമുക്കൊരു ഡിസ്പെൻസർ വേണം. എന്തിനാ പറഞ്ഞാൽ വെള്ളമാണ് ഈ എന്താണ് സാധനങ്ങൾ ഇങ്ങോട്ട് തള്ളുക. അപ്പോൾ അതിനായിട്ട് ഡിസ്പെൻസർ ഉണ്ടാക്കണമെങ്കിൽ സ്റ്റോൺ വേണം, കോബിൾ സ്റ്റോൺ, പിന്നെ ഒരു ബോ വേണം. ബോ എൻ്റെ അടുത്ത് ഉണ്ടോ ഒന്നും, പിന്നെ ഇതെന്താ പറയുക സ്റ്റോണും വേണം. അപ്പോൾ ഗായ്സ് നമുക്ക് ബോ നമ്മുടെ അടുത്ത് ഉണ്ടോ പോയേക്കാം. ആദ്യം എൻ്റെ അടുത്ത് ഇതിലുണ്ടോക്കട്ടെ ബോ. ഇതിൽ ഗായ്സ് ബോ ഇല്ല. അപ്പോൾ ഇതിൽ ബോ ഉണ്ടോക്കട്ടെ. ഇതൊക്കെ എക്സ്ട്രാ കൊടുന്ന് വെച്ച ചെസ്റ്റാണ് ഗായ്സ്, ഇതിലില്ല, അതിൽ നെതറിൻ്റെ സാധനങ്ങളാണ്. അപ്പോൾ ഗായ്സ് ഞാൻ മേലത്തെ ആ ചെസ്റ്റ് പോയക്കട്ടെ. അതിൽ പിന്നെ ഞങ്ങളെല്ലാ സാമഗ്രികളുണ്ട്, ഇതിലില്ലാണ്ടിരിക്കൂല. അപ്പോൾ ഗായ്സ് ഇതിലും ഇല്ലല്ലേ ഗായ്സ്, ഇതിലും പോയില്ല, ഇതിലും ഇല്ല. ഇതിൽ പിന്നെ ഫുഡ് ഐറ്റംസ് ആണ് കൂടുതൽ. ഇതിലുണ്ടോ ഗായ്സ്? ഇതിലും ഇല്ല ഗായ്സ്. അപ്പോൾ ഗായ്സ് നമുക്കൊന്നൊരു പണി ചെയ്യാം, ബോനായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ബോ ഒന്ന് അടിച്ചു വെക്കട്ടെ. ബോ ക്രാഫ്റ്റബിൾ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ബോക്ക് വേണ്ട ഗായ്സ് 3 സ്റ്റിക്കും പിന്നെ സ്ട്രിങ്ങും. അപ്പോൾ ഗായ്സ് നമുക്ക് തന്നെ ഒറ്റയ്ക്ക് ഉണ്ടാക്കാം, കാരണം ഈ പറഞ്ഞ സാധനങ്ങൾ നമ്മളെ കയ്യിലുണ്ട്. സ്ട്രിങ് ഞാൻ എന്നാളും ഇതിലെവിടെ ഒന്ന് വെച്ചിരുന്നു, ഇതിലില്ലല്ലോ. ഏതോ ഒരു ചെസ്റ്റിൽ ഗായ്സ് ഇന്നാളെ സ്ട്രിങ് വെച്ചിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു ചെസ്റ്റിലാന്നാണ്. അപ്പോൾ ഇത് നോക്കട്ടെ, ആയിക്കോണ് ഗായ്സ് സ്ട്രിങ്. അയ്യോ സാധനം ഉണ്ട് ഇവിടെ. അപ്പോൾ ഇനി നമുക്ക് മേലൊക്കെ ഒയിങ്ങാണ്ട് ഗൈസ് മറ്റേ ഉണ്ടാക്കാം. എന്താ പറയുക, സ്റ്റിക്കിനായിട്ടുള്ള വുഡ് ഇവിടെ തന്നെ കിട്ടിയിരിക്കുന്നു. വാവ് ഗൈസ്, ഇതാ അപ്പം തന്നെ നമുക്ക് ഡിസ്പെൻസറിൻ്റെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഇനിയിപ്പോൾ വേണമെങ്കിൽ ഡിസ്പെൻസറും ഉണ്ടാക്കാം. അത് തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. പിന്നെ കോബിൾ സ്റ്റോൺ ഇവിടെ ഇരിക്കട്ടെ. നമ്മളിപ്പോൾ എടുത്ത സാധനം അവിടെ ആ സ്റ്റിക്ക് ഇവിടെ ഇരിക്കുക. ഇനി ഗൈസ് നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്പെൻസർ ഉണ്ടാക്കണം. ഡിസ്പെൻസർ അവിടെ അതിന് ഗൈസ് സ്റ്റോൺ കൂടി വേണമല്ലേ. ഞാൻ സ്റ്റോണ് കോബിൾ സ്റ്റോണാണ് വേണ്ടത്. അത് ഇവിടെ തന്നെ ഉണ്ട് ഗൈസ്. ഇതാ ഒക്കെ നമ്മളടുത്ത് കുറേ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതാ ഗൈസ് നമ്മളെ ഡിസ്പെൻസർ ഇവിടെ. ഷോടാ ഇതിനിപ്പോൾ എന്താ ഉണ്ട്. ഗൈസ് സോറി, ഞാൻ റെഡ് സ്റ്റോൺ എടുക്കാൻ മറന്നു. നമ്മൾ ഉദ്ദേശിച്ച ഡിസ്പെൻസർ എടുക്ക്. ഗൈസ് അപ്പോൾ ഇതാണ് നമ്മളെ ഡിസ്പെൻസർ. നമുക്ക് കയ്യിൽ കാണാണ്ട് തോന്നുന്നു. ഇതാ ഈ ഒരു സാധനമാണ് ഡിസ്പെൻസർ എന്നറിയാം. അപ്പോൾ ഇനി ഗൈസ് നമ്മളടുത്ത് വാട്ടർ ബക്കറ്റും കാര്യങ്ങളുണ്ട്. നമുക്ക് എന്താ വേണ്ടത് പറഞ്ഞാൽ ഹോയാണ്. ഹോയ് നിങ്ങൾക്ക് ആ സാധനം എന്താ അറിയില്ലെങ്കിൽ അപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ഹോയ്. അപ്പോൾ നമുക്കിതിൻ്റെ സ്റ്റോണിൻ്റെ എടുക്കാം. ഹോയ് കിട്ടിക്കണം. നമുക്ക് ഗൈസ് നല്ലൊരു സ്ഥലം പോയി കണ്ടുപിടിക്കണം. ഗൈസ് മറ്റേ സ്കെയറി സൗണ്ട്. നോ പ്രോബ്ലം ഗൈസ്, നമുക്ക് എന്തായാലും ഇനി ഇവിടുന്ന് പോവാം. നമുക്ക് നല്ലൊരു സ്ഥലമാണ്, വേണമെങ്കിൽ നമുക്ക് ഈ ബേബർ തന്നെ ഉണ്ടാക്കാം. പക്ഷെ ഇവിടെ ഒന്നുകൂടി ഒരു ഇതില്ല ഗൈസ്, നമുക്ക് ഇതില്ലാത്തതുകൊണ്ട് വേറൊരു സ്ഥലം കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഒരു സ്ഥലം കുഴപ്പമില്ല കൊണ്ടില്ലേ ഗൈസ്. ഇത് ചിലപ്പോൾ ഈ പൊട്ടിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഉണ്ടായിക്കോട്ടെ. നമുക്ക് ഗൈസ് എവിടെ ഇപ്പം ഉണ്ടാക്കാൻ ചോദിച്ചാൽ അല്ലെങ്കിൽ ഗായ്സ് നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കാം. ഇത്രയും സ്ഥലം ഒന്ന് റെഡിയാക്കിങ്ങാണ്ട് ഗായ്സ് നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. അതാണ് ഒന്നുകൂടി നല്ലത് തോന്നുന്നു ഗൈസ്. നമുക്ക് എന്ത് ചെയ്യണം, ഇവിടുത്തെ ഇത് മുതൽ ഇതുവരെയുള്ള ലെയർ പൊട്ടിക്കണം, കാരണം നമുക്ക് അടിയിലാണ് ഉണ്ടാക്കേണ്ടത്. ഇതെന്താ ഗൈസ് ഇത് നമ്മളെ അണ്ടർഗ്രൗണ്ടാണ്, നമ്മളെ ഈ ഇതിൻ്റെ അടി. അപ്പോൾ ഗൈസ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല. ഷടാ എന്നാലും ഗൈസ് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് ഉണ്ടാക്കാം.
ഫുള്ളിട് ഫുള്ളിട്ടിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്ത് ചെയ്യണം, നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കണം. നല്ലൊരു സ്ഥലമൊക്കെ ആകെ ഉള്ളത് ഇതിൻ്റെ മേലെ, അല്ലെങ്കിൽ ഈ ഒരു ഭാഗം ഒന്ന് കുഴപ്പമില്ല തോന്നുന്നു ഗൈസ്. ഈ ഒരു ഭാഗം ഒന്ന് കുഴപ്പമില്ല തോന്നുന്നു. ഞാൻ ആ റെയിൽ ഇങ്ങനെ ഇട്ട് കണ്ട് അങ്ങോട്ടാ പോണില്ലേ. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി ഇവിടെ ഉണ്ടാക്കാം. അപ്പോൾ അതിന് മുമ്പ് ഒന്ന് വാട്ടർ ബക്കറ്റ് ഒന്ന് ഇങ്ങോട്ട് വെച്ചിട്ടെ. ആ പൂവൊന്ന് പോവാനാണ് ഗൈസ്. ഇനിയും പോട്ടെ പൂ ഫുള്ളും പോട്ടെ. നിങ്ങൾക്ക് ഗൈസ് നമുക്ക് സ്ഥലം വൃത്തിയുള്ള വേണം, അതാണ് വെള്ളം ഒഴിച്ചത്. ഇവിടെ കൂടെ വെച്ച്, അയ്യോ അങ്ങോട്ടല്ല, നടുവിൽ നമ്മൾ ഇത്രയും സ്ഥലത്ത് എന്ത് ചെയ്യാം, മറ്റൊരു ഫെൻസ് വെക്കണം. ഫെൻസ് ഗൈസ് നിങ്ങൾക്ക് അറിയില്ല, ഞാൻ എക്സാമ്പിൾ ഞാനായിട്ട് ഉണ്ടായിത്തരാം. അതൊന്നും കൂടി മനസ്സ് ആകെ കുറച്ച് ഉണ്ടാക്കാൻ വയ്ക്കുള്ളൂ. അതുകൊണ്ട് സാരില്ല ഗൈസ്, നമ്മളടുത്ത് വുഡ് ഇല്ലേ? ഗൈസ് വുഡ് നമുക്ക് ഇതിനടുത്ത് കുറേ ഉണ്ട്. സ്റ്റാക്കുകളാണ് ഗൈസ് നമ്മളടുത്തുള്ള വുഡ്. അപ്പോൾ ഇനി നമുക്ക് ഫെൻസ് ഉണ്ടാക്കുക. ഇതെന്താ എത്ര കാണിച്ചിട്ടുണ്ട് ഗൈസ്? ഗൈസ് സോറി, വടി വേണം, അതാണ് കുഴപ്പം. വടി ഫുള്ളുണ്ടാക്കട്ടെ. നമുക്കൊരു സ്റ്റാക്ക് ആദ്യം ഫെൻസ് ഉണ്ടാക്കണം. ഒരൊറ്റന്ന് മാത്രം മതി. ഇതെന്താ പറഞ്ഞ ഗൈസ്, ട്രാപ്പ് മറ്റേതാണ് ഗേറ്റ്. ഇപ്പോഴത്തെ രാത്രി എങ്ങാണ്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബെഡ് എടുക്കട്ടെ. എന്നാൽ പിന്നെ അവിടെ ചെന്ന് ഇതാക്കല്ലോ. എവിടെ ഗൈസ് നമുക്ക് വേഗം പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ ഏകദേശം സാധനങ്ങൾ സെറ്റ് ആയിക്കണു. വാട്ടർ ബക്കറ്റ് നമ്മളെ കയ്യിലുണ്ട്. നമുക്ക് അതും കൊണ്ടൊക്കെയാണ് കളി എന്ന് അറിയണത്. അപ്പോൾ ബെഡ് അവിടെ ഇതൊന്ന് മാറ്റിക്കൊണ്ട് ബെഡ് എടുക്കട്ടെ ഗൈസ്. ബെഡ് കിട്ടി, ഒന്നുകൂടെ ഉറങ്ങട്ടെ. എന്തായാലും ഗൈസ് രാവിലെ കാണാം. അപ്പോൾ ഗൈസ് അങ്ങനെ രാവിലെ ആയിരിക്കുന്നു. നല്ലൊരു സൂര്യതൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അളച്ചു നോക്കണം എത്ര ഭാഗം നമുക്ക് വേണ്ടെന്ന് അറിയണ്ടേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇവിടുന്ന് തുടങ്ങല്ലേ ഗൈസ്. ഇവിടുന്ന് തുടങ്ങാം. 1 2 3 4 5 6 7 8 9 ഇവിടെ പോരല്ലേ ഗൈസ്. ഇത്രയും മതിയില്ലേ? ഇത്രയും ഭാഗത്ത് നമുക്ക് കൃഷി ഉണ്ടാക്കാം. നമുക്ക് ഇവിടുന്നോട് അളക്കന്നെ അങ്ങനെ പോരട്ടെ അങ്ങോട്ട് ഇതിനായിക്കണോ. നമ്മൾ കറക്റ്റ് ഇതായിട്ടാണ് പണ്ടയക്കണത്. ഇനി എന്ത് ചെയ്യണം ഗൈസ്, ഇവിടെ ഒരു കൃഷി അവിടെ ഒരു കൃഷി, സൂപ്പറല്ലേ. അപ്പോൾ ഇനിയാണ് നമുക്ക് ഇത് വെക്കേണ്ടത്. ഇത് 2 സൈഡിനും വെക്കുവാണെങ്കിൽ നമുക്കപ്പോൾ 2 ഉണ്ടാക്കേണ്ടി വരും. ഞാൻ ഗൈസ് ഒന്നുകൂടി പോയി ഉണ്ടാക്കട്ടെ. ഇത് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാം. നമ്മളെ പോടെ റെഡ് സ്റ്റോൺ പോയിക്കും. അയ്യോ പോയി. റെഡ് സ്റ്റോൺ എടുക്കുക. കിട്ടിയില്ല. കിട്ടി ഗൈസ്. അവിടെ തന്നെ ഇനി ഗൈസ് നമുക്ക് എന്ത് ചെയ്യണം, ഇതുണ്ടാക്കണം. ഇവിടെ ഡിസ്പെൻസർ കിട്ടി. 2 ഡിസ്പെൻസർ ഗൈസ് ഇപ്പം നമ്മൾ ഉണ്ടായിക്കണു. നമ്മൾ എന്താ കാട്ടേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം ഒന്ന് അവിടെ പോയി വെക്കട്ടെ. എന്നിട്ട് ഹോയിൻ്റെ പവർ ചിലപ്പോൾ വേഗം കഴിയും ഗൈസ്, കാരണം ഹോയ്ക്ക് വലിയതില്ല. അപ്പോൾ അവിടെ നമ്മൾ വെച്ചുകൊണ്ട് ഇവിടത്തെ കൂടി വെക്കട്ടെ. പൊട്ടിക്ക് മാത്രമേ കളിയില്ല ഗൈസ്. പോട്ടെ. ഇനി ഗൈസ് ഇനി നമുക്ക് എന്താണ് ഒക്കെ റെഡിയാക്കാൻ തുടങ്ങണം. അപ്പോൾ ആദ്യം തന്നെ 2 ബക്കറ്റ് വെള്ളമാണല്ലേ ഗൈസ്. അപ്പോൾ ഞാൻ അത് കൂടി എടുക്കട്ടെ, കാരണം ഇതിൻ്റെ ഇവിടെ തന്നെ ഉണ്ട് സംഭവം. ഞാനത് റെഡിയാക്കി വെച്ചിരുന്നു. റെഡിയാക്കി വെച്ചിരുന്നതാണ്. അത് കിട്ടി. ഇനി മേലക്കോട്ടെ മേലക്കോട്ടെ. അല്ല വില്ലേജർ ഇന്നെ നോക്കിക്കാണ് ഗൈസ്. എന്താ ചെയ്യുക, നമ്മളത്രയും വലിയ പണിക്കലായി പോണ്. അപ്പോൾ ഇനി ഗൈസ് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡിസ്പെൻസർ വെക്കണം. എവിടെ നിന്ന് പറഞ്ഞാൽ നടുവിലാണ് വെക്കേണ്ടത്. എങ്ങനെ ഈ നടുപ്പല്ലല്ലോ, നോക്കട്ടെ. ഇങ്ങനെയാണ് ഗൈസ് ഡിസ്പെൻസർ വെക്കേണ്ടത്. ഇനി ഒരു എക്സാമ്പിളായിട്ട് എന്ത് ചെയ്യുക, നമുക്കൊരു ലിവർ ആണല്ലോ. ഒന്നും നമ്മൾ റെഡി ആയിട്ടില്ലല്ലോ ഗൈസ്. ഞാൻ പോയിട്ട് പെട്ടെന്നൊരു ലിവർ ഉണ്ടാക്കി വരാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ലിവർ ഉണ്ടായിക്കണു. അപ്പോൾ ഗൈസ് പിന്നെ വേറൊരു ഇതുണ്ട്, അതെന്താ സംഭവം ഇപ്പോൾ പറഞ്ഞുതരാം. കാരണം അവിടെ സ്റ്റോൺ കൂടി ഇതിൻ്റെ കൂടെ ആവശ്യമുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. ലിവർ വെച്ചു, നമ്മളെന്ത് ചെയ്യുക, ഇതെടുക്കുക. ഇനിയിപ്പോൾ അവിടെ സംഭവം വെള്ളം ഇവിടെ വെക്കുക. നമ്മളൊന്ന് റെഡ് സ്റ്റോൺ കൂടി കണക്ട് ചെയ്തിട്ടാണ് ഗൈസ് നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ ഇതിൻ്റെ അടി കൂടി കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇതിപ്പോൾ ഓണാക്കട്ടെ. അപ്പോൾ വെള്ളം അത്രയും വരും. ആ വരുന്നതിനിടയ്ക്ക് എന്ത് ചെയ്യും ഗൈസ്,
റിസ്ക് കുറയും. എന്നിപ്പോൾ ഓഫ് ചെയ്താൽ തിരിച്ച് പോകും. ഗൈസ് പാളിപ്പോയി ഗൈസ്, നമ്മളെ പാളിപ്പോയി. അപ്പോൾ ചേടാ ഗൈസ് വെള്ളം തിരിച്ചെടുക്കണില്ല, സംഭവം എടുക്കണില്ലല്ലോ ഗൈസ്. കുറച്ച് പണി പാളിയുന്നു സംഭവം. ചേടാ എന്താ കാട്ട് ഗൈസ്? ചേടാ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ കൊളായോ ആര് ഗൈസ്? ഞാൻ ഒരു വട്ടം കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ, ഒന്നുകൂടി വർക്കായാലോ. വെള്ളം വന്നു ഗൈസ്, പക്ഷേ പോണ്ട് ഗൈസ്. നമ്മൾ ഇങ്ങനെ ആക്കുക, ഇങ്ങനെ ആക്കിയാൽ വരും. എന്നിട്ട് ഗൈസ് ഇങ്ങനെ തന്നെ ഒരു വട്ടം കൂടി ആക്കിയാൽ പോകും. അപ്പോൾ ഗൈസ് നമുക്ക് ലിവറിൻ്റെ ആവശ്യമില്ല, സത്യം പറഞ്ഞാൽ അത് മിസ്റ്റേക്ക് പറ്റി. ലിവറല്ല ഗൈസ് നമുക്ക് വേണ്ടത്, ബട്ടനാണ് വേണ്ടത് ഗൈസ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇത് വെറുതെ കളയാം, ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ വെറുതെ ഒന്ന് ഇവിടെ വെക്കാം. അപ്പോൾ നമുക്ക് ബട്ടനായിരുന്നു ഗൈസ് സത്യം പറഞ്ഞാൽ വേണ്ടിന്ന്. അതിന് അങ്ങോട്ട് പോകണോ? ഇവിടെ കിട്ടൂലേ? ഗൈസ് ഇവിടെ കിട്ടും ബട്ടൺ. എവിടെ ഒന്ന് വെക്കടാ? കിട്ടിയോ? കിട്ടി, 2 കിട്ടി. ഇനി ഗൈസ് ഇതുമ്മ വെക്കുക. ചേടാ ഇരിക്കുക. ഇതുമ്മ വെക്കുക, നിൽക്കുക. വെള്ളം വന്നു, അതിമ്മ തന്നെ നിൽക്കുക. അപ്പോൾ വെള്ളം പോയി. 2 വട്ടം നിൽക്കണം ഗൈസ്. അപ്പോൾ ഞാൻ ഗൈസ് നമ്മളെ മെയിൻ പരിപാടി, കാരണം റെഡ് സ്റ്റോണും കൊണ്ട് അടി കൂടി ഒരു ഇതുണ്ടാക്കണം. നമുക്ക് എന്തായാലും ഇപ്പം തന്നെ തുടങ്ങാം. അതിന് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഇങ്ങനെ പോകും. എന്നിട്ട് ഇതിൻ്റെ അടിയിലൊന്നാക്കാം. അങ്ങോട്ട് കണക്ഷൻ പോണില്ലല്ലോ ഗൈസ്, അതാണ് കുഴപ്പം. ഇതൊന്ന് പൊട്ടിക്ക്. ഇപ്പം എന്താ ഉണ്ടായി? ഒന്ന് ഓണായിക്കാം ഗൈസ്. ഇതുമ്മക്ക് കണക്റ്റ് ആവണം. അപ്പോൾ അതൊക്കെ പൊട്ടിക്കേണ്ടി വരും ഗൈസ്. ബട്ടണും പൊട്ടിക്കുക. ഷടാ ഞാൻ ഗൈസ് ചിലപ്പോൾ അടുത്ത വീഡിയോയിൽ ഇടേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. റെഡ് സ്റ്റോണും കൊണ്ട് ഇത് പവർ എടുക്കാൻ വെക്കും. നോക്കട്ടെ. ഇതപ്പം ഇങ്ങനെ ഒരു കണക്റ്റ് ആണിത്. അപ്പോൾ ഞാൻ ഈ സാധനം ഒന്ന് ഫുള്ളാക്കട്ടെ. ചേടാ ഞാൻ എന്ത് ചെയ്യാം ഗൈസ്? 1 ഇത് ഗൈസ്, ഇത് പൊട്ടിക്കേണ്ടി വരും. കറക്റ്റ് ആയാൽ മതി. വെള്ളം എടുത്തേക്കാണെന്ന്. ഗൈസ് ഇത് വർക്കാവുന്നുണ്ട്. ഒന്നുകൂടി വർക്കാവുന്നുണ്ട് ഗൈസ്. നമുക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ കൂടി കൊണ്ടുപോകണം, ഇവിടെ ഫെൻസും വെച്ചിട്ട്. അത് നടക്കുമെന്നും ഗൈസ് നോക്കണം. അപ്പോൾ ഞാൻ ഇതൊക്കെ പൊട്ടിക്കട്ടെ. കുറച്ച് പണിയുള്ള കാര്യമാണില്ല ഗൈസ്. അപ്പോൾ ഞാൻ ഇത് ഫുള്ളൊന്ന് പൊട്ടിക്കട്ടെ. അയ്യോ ചേട്ടാ, ഈ ഒരു പണ്ടാറ് ഇതൊന്ന് ഗൈസ് ഒന്ന് റെഡിയാക്കട്ടെ. ഇനി ഗൈസ് നമുക്ക് എന്ത് ചെയ്യണം? കുറച്ച് പണിയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ചു. ഇവിടെ ബട്ടൺ വെച്ചു. പറക്കാവുണ്ട് ഗൈസ്. ഗൈസ് അപ്പം സംഭവം എന്താ മനസ്സിലായി. അപ്പം എന്ത് ചെയ്യുക? ഞാൻ 1 ഇനി ഗൈസ് നമുക്ക് ഇവിടെ ഒരു ബട്ടൺ വെക്കാം. അപ്പം ഗൈസ് സംഭവമൊക്കെ വർക്കാവുണ്ട്. നമുക്കിവിടെ ഫെൻസ് കൂടി വെക്കണം. നമുക്കിതിൻ്റെ അടിയിൽ കൂടി കൊണ്ടുപോകാനാണ് വെയ്ക്കായി. നോക്കട്ടെ, അടിയിൽ കൂടി കൊണ്ടുപോകാൻ വെയ്ക്കോ നോക്കട്ടെ. ബട്ടൺ ഇടോൺ ആക്ക്. ഇല്ല ഗൈസ്, നമുക്ക് അടിയിൽ കൂടി കണക്ട് ചെയ്യാൻ വെക്കൂല, അതാണൊരു കുഴപ്പം. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ തന്നെ ഇത് വെക്കാം. നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടി ഫെൻസ് വെക്കാൻ വെക്കുമോ നോക്കാം. ഞാൻ ഫെൻസ് എടുക്കട്ടെ. ഫെൻസ് അവിടെ, ഫെൻസ് അവിടെ. ഞാൻ എന്ത് ചെയ്യാ? മേലേക്ക് ചാടി. ഗൈസ് നമ്മൾ ഇങ്ങനെ വെച്ചുകൊണു. ഇനി നമുക്ക് വർക്കാവുമോ നോക്കണം. ബട്ടൺ ഗൈസ് വർക്കാവുന്നുണ്ട്. ഗൈസ് സൂപ്പറായി. ഇനി ഇവിടെ നിന്ന് ഗ്രാസ് വെക്ക്. ഇനി എന്ത് ചെയ്യുക? ഒന്ന് ഓണാക്കുക. അപ്പോൾ വർക്കാവില്ല ഗൈസ്. അപ്പോൾ ഇവിടുത്തെ കണക്ഷൻ പോവും, അതാണ് കുഴപ്പത്തെ. എന്താ ഒന്നുമില്ല ഗൈസ്.
അപ്പോൾ ഏകദേശം സെറ്റപ്പ് ആയിക്കണു. നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ വന്നുകൊണ്ട് ഇവിടെ ഓണാക്കുക. അപ്പോൾ എന്ത് ചെയ്യാം, റെഡിയാവും. ഇപ്പോൾ വെള്ളം പോയിക്കണു. അപ്പോൾ ഗൈസ് നമുക്ക് ഇതേപോലെ അവിടെ ഉണ്ടാക്കിയിട്ട് കാണാം. ഗൈസ് ഇതാ നമ്മൾ ഇങ്ങനെയൊക്കെ സെറ്റപ്പ് ആക്കിക്കണം. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടുത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. കുറേ നേരം പിടിച്ചു കൊടുത്ത് നേരം വീഡിയോ എടുക്കാൻ. അപ്പോൾ എന്തായാലും ഗൈസ് ഞാൻ ഇതിൻ്റെ പാർട്ട് 2 നാളെ എന്തായാലും ഉണ്ടാക്കാനും. അപ്പോൾ എന്തായാലും ഗൈസ് വീഡിയോ ഇഷ്ടമായ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 എന്തായാലും നാളെ വരുന്നേക്കാരും. ഇപ്പോൾ എന്തായാലും ഗൈസ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക, എന്തായാലും നാളെ വരുന്നേക്കാരും. അപ്പോൾ എന്തായാലും ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യാർക്കല്ലേ. എന്നാൽ ബൈ.